സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിമാരാകുമ്പോൾ ബി.ജെ.പി. ലക്ഷ്യമിടുന്നത് കേരളത്തിൽ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കമാണ്. എൻ.ഡി.എ സർക്കാരിൽ കേരളത്തിൽ നിന്ന് മുൻപും കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തവണ കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് ബി.ജെ.പി. നേതൃത്വം നീങ്ങുന്നത്. സുരേഷ് ഗോപിയുടെ താരമൂല്യവും ജനപ്രീതിയും ജോർജ് കുര്യന്റെ സൗമ്യ സ്വഭാവവും ക്രിസ്തീയ സഭയുമായുള്ള അടുപ്പവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റാമെന്ന ലക്ഷ്യമാണ് ബി.ജെ.പിക്കുള്ളത്. കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ആദ്യ ജയത്തിലൂടെ നേടിയ ആവേശം വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലനിർത്താനുള്ള തീരുമാനത്തിലാണ് ബി.ജെ.പി. നേതൃത്വം. സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിസ്ഥാനം തൃശൂരിൽ ഇരു മുന്നണികളെയും അട്ടിമറിച്ചുള്ള വിജയത്തിനുള്ള സമ്മാനമാണെങ്കിൽ ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം ക്രിസ്തീയ സഭകൾക്കുള്ള വ്യക്തമായ സൂചനയാണ്. I, Suresh Gopi, do swear in the name of God. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തായിരുന്നെങ്കിലും അവിടെ തന്നെ പ്രവർത്തനം തുടർന്ന് 2024 തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറിയ സുരേഷ് ഗോപിയിലൂടെ സംഘപരിവാറും ബി.ജെ.പി. നേതൃത്വവും ഒരു വിജയ ഫോർമുലയുടെ പരീക്ഷണം കൂടിയാണ് നടത്തിയത്. പരമ്പരാഗത ബി.ജെ.പി. വോട്ടുകൾക്കപ്പുറം ഭൂരിപക്ഷ വോട്ടുകൾ കൂടുതലായി നേടുന്നതിനൊപ്പം ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിൽ കടന്നു കയറുക എന്ന ലക്ഷ്യം വിജയം കണ്ടു. താരപ്പകിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സുരേഷ് ഗോപിക്ക് നിഷ്പക്ഷ വോട്ടുകൾ ലഭിക്കാൻ കാരണമായി. വനിതാ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയെ പെരുമാറിയെന്ന പരാതിയും തൃശൂർ പൂരം പോലീസ് നടപടിയിൽ അലങ്കോലപ്പെട്ടതും സുരേഷ് ഗോപിക്ക് ഗുണകരമായി മാറിയെന്നതും വാസ്തവം. കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ആദ്യമായി താമര വിരിയിച്ച സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കുമെന്നത് ഉറപ്പായിരുന്നെങ്കിലും അതിലും അവസാന നിമിഷം വരെ അനിശ്ചിതത്വം നിറച്ച് വാർത്തകളിലെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റിയതും കരുനീക്കമാണെന്ന് കരുതുന്നവരുണ്ട്. I, George Kurian, do swear in the name of God that I will bear true faith and allegiance to the Constitution of India. സിനിമയുടെ ക്ലൈമാക്സിലേക്ക് നാടകീയമായി ചെറുപുഞ്ചിരിയോടെ എത്തുന്ന സഹതാരത്തെ പോലെ ജോർജ് കുര്യൻ കൂടി കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ തൃശൂരിൽ ഒതുങ്ങുന്നതല്ല ബി.ജെ.പിയുടെ ലക്ഷ്യമെന്ന് വ്യക്തമായി. ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകളിൽ ധ്രുവീകരണമുണ്ടാക്കി നേട്ടം കൊയ്യാനാകുമെന്ന് തിരിച്ചറിഞ്ഞ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം കേരളത്തിൽ കൂടുതൽ ആസൂത്രണത്തോടെയുള്ള ഇടപെടലിന് മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് മുഖങ്ങളാണ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.